ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒന്നാം വായനയിൽ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്. ഏലിയ പ്രവാചകൻ ജനത്തെ സമീപിച്ച് ചോദിക്കുന്നു, നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാലുവെക്കും? കർത്താവാണ് ദൈവമെങ്കിൽ അവിടത്തെ അനുഗമിക്കുവിൻ, ബാലാണ് ദൈവമെങ്കിൽ അവൻ്റെ പിന്നാലെ പോകുവിൻ. ഒരു നിലപാടെടുക്കണം. നീ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിനക്ക് ഉറച്ച ബോധ്യമുണ്ടായിരിക്കണം. അതിനെ നീ പിൻചെല്ലണം. ഇതാണ് പറഞ്ഞു വെക്കുക. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാം. ഒരുവൻ ഒരു വലിയ ജനാവലിയുടെ മുൻപിൽ നിന്നുകൊണ്ട് അവൻ്റെ സത്യവിശ്വാസത്തെ തെളിയിക്കുവാനായി ഉറച്ച ബോധ്യത്തോടുകൂടെ നിൽക്കുകയാണ്. ആ ജനത ഉറച്ച് നിലവിളിച്ചു കൊണ്ടിരുന്നിട്ടും ബലിക്ക് സമയം കഴിഞ്ഞു, മധ്യാഹ്നം കഴിഞ്ഞിട്ടും ഒരു ഉത്തരവും കിട്ടിയില്ല. അവരുടെ പ്രാർത്ഥന ഒന്നും കേൾക്കിട്ടില്ല എന്നുള്ള ഏറ്റവും വിഷമഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഏലിയ ജനതയോട് പറയുന്നു, അടുത്തു വരുവിൻ. എല്ലാവരും കർത്താവിൻ്റെ ബലിപീഠം കേടുപാടു മാറ്റിക്കൊണ്ട് അവിടെ ബലിയർപ്പിക്കുവാനായി ഒരുക്കുകയാണ്. ഒരു പുതിയ ബലിപീഠം കെട്ടുകയല്ല, തകർത്ത് കളഞ്ഞ ബലിപീഠത്തെ അവർ പണിതുയർത്തുന്നു. അവിടെയാണ് മുഴുവനും ജലമൊഴിച്ച് ജലം നിറച്ചുകൊണ്ട്, ചതിപ്രയോഗത്തിലൂടെയല്ല മറിച്ച് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുമാറ് അവിടെ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നു. എന്നിട്ട് ഏലിയ പ്രാർത്ഥിക്കുന്നുണ്ട്, അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവേ, അങ്ങ് ഇസ്രായേലിൻ്റെ ദൈവമാണെന്നും ഞാൻ അങ്ങേ ദാസനാണെന്നും അങ്ങേ കൽപ്പനയനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്തതെന്നും അങ്ങ് ഇന്ന് വെളിപ്പെടുത്തണമേ. ഇതാണ് പ്രാർത്ഥന. വിശ്വാസത്തോടുകൂടെ ഒരുവന്റെ ജ്വലിക്കുന്ന പ്രാർത്ഥന. ഞാൻ ഒറ്റയ്ക്കാണ്, അതൊരു വലിയ ജനതയാണ് എതിര് നിൽക്കുന്നതെന്നുള്ള വലിയ ചിന്തയില്ല. എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്, എൻ്റെ ദൈവം പറഞ്ഞതുപോലെ ഞാൻ ചെയ്യുന്നു. ഇതിന് ആഴത്തിലുള്ളൊരു വിശ്വാസമാണ് വേണ്ടത്. അവൻ്റെ ബലിയാണ് ദൈവം സ്വീകരിക്കുന്നത്. കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റുകയും ചെയ്തുവെന്ന്. അത്രയ്ക്ക് വലിയ ശക്തിയാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതെങ്കിൽ നമുക്ക് ജനത മുഴുവനും വിളിച്ചു പറഞ്ഞതുപോലെ വിളിച്ചു പറയാം, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം. ഉറച്ച ബോധ്യത്തോടുകൂടെ നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുതെന്നുള്ള ഒന്നാം കൽപ്പനയുടെ പ്രഘോഷണം നമ്മുടെ ജീവിതത്തിൽ നിത്യവും നടത്തണം. നമ്മുടെ ഓരോ പ്രവൃത്തിയിലും, ഓരോ ചിന്തയിലും, ഓരോ വാക്കിലും ഇത് ആയിരിക്കണം പ്രഘോഷിക്കപ്പെടേണ്ടത്. കർത്താവ് തന്നെയാണ് ദൈവം. ക്രിസ്തുനാഥൻ അഷ്ടഭാഗ്യങ്ങളെപ്പറ്റി മലയുടെ മുകളിൽ നിന്ന് പ്രസംഗിച്ച ശേഷമാണ് ഇന്നത്തെ സുവിശേഷ വചന ഭാഗം നമ്മൾ വായിച്ചെടുക്കുക. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ ഒന്നിനെയും അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് കടന്നു വരുന്നത്. അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ വാക്ക് കേട്ട് അവൻ്റെ കൽപ്പന നമ്മൾ പാലിക്കുമ്പോൾ സ്വർഗരാജ്യത്തിൽ നമ്മൾ ഏറ്റവും വലിയവനായി കണക്കാക്കപ്പെടും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തിൻ്റെ നിയമം എഴുതുവാൻ അനുവദിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഏലിയ പ്രവാചകന്റെ യാഗപീഠം പോലെയായി മാറുന്നു. നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങൾ, അതുപോലെ നമ്മുടെ കുറവുകൾ, നമ്മുടെ പരിശ്രമങ്ങൾ, നമ്മുടെ ചെറിയ ചെറിയ അനുദിന ത്യാഗങ്ങൾ എല്ലാം ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അതെല്ലാം ദൈവം അവനിലേക്ക് സ്വീകരിക്കുന്നു. ഇതായിരിക്കണം നമുക്ക് അവനിൽ കൊടുക്കുവാനുള്ള ഏറ്റവും പ്രീതികരമായ ബലി. എണ്ണത്തിൽ താഴെയാണെന്ന് തോന്നുമ്പോഴും നമ്മുടെ വിശ്വാസം ഉറച്ചു നിൽക്കുവാൻ ഏലിയ പ്രവാചകൻ നമ്മളോട് പറയുന്നു. ഏലിയയെ പോലെ ധൈര്യമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാ കാര്യങ്ങളും സ്നേഹ നിയമത്തിൻ്റെ പൂർത്തീകരണമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നമ്മുടെ മേലിറക്കി നമ്മുടെ തീരുമാനമില്ലായ്മയെ ദഹിപ്പിച്ച് കളയുവാനും നമ്മുടെ ഹൃദയങ്ങളെ
ക്രിസ്തുനാഥൻ്റെ തിരുഹൃദയം പോലെ ശുദ്ധീകരിക്കുവാനും അങ്ങനെ നമുക്ക് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാക്ഷികളായി തീരുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.